ഇപ്പോൾ ടൈം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനും വിജിതയും കൂടി നേരെ കടമക്കുടിക്ക് വിടുകയാണ് കേട്ടോ. കടമക്കുടി ഐലൻഡ് വ്യൂ പോയിൻ്റ് എന്നൊക്കെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോയി തുടങ്ങിയത്. റോഡ് വഴി ഇപ്പോൾ എത്തുമെന്ന് വിചാരിച്ചിരുന്ന നമുക്കിതേ നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഫെറിയുടെ അവിടെ കൊണ്ടുവന്ന് സ്റ്റക്കാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 6 മണി 6:30 നമ്മളിവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഫെറിയിൽ തന്നെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റും. റോഡ് വഴി ഒരുപാട് ചുറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളങ്ങനെ വരുന്നതെങ്കിൽ നമ്മളവിടെ പെട്ടുപോകും. പിന്നെയും ചുറ്റിക്കറങ്ങി റോഡ് വഴി തിരിച്ച് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് സൺസെറ്റൊക്കെ മിസ്സാവും. സോ ഒരു 6 മണിക്കുള്ളിലൊക്കെ വരികയാണെങ്കിൽ ഫെറി തന്നെ അപ്പുറം പോകണം കേട്ടോ. അതാണ് റോഡ് വഴി പോകുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്ററും പിന്നെ ഒരു എക്സ്പീരിയൻസും ആണ് കേട്ടോ. ഒരു വണ്ടിക്കും പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി വെറും 20 രൂപയാണ് ഫെറിയിലായിട്ടുണ്ടായിരുന്നത്. നമ്മൾ അത്രയും പെട്ടെന്ന് അപ്പുറത്തേക്ക് എത്തുകയും ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കടമക്കുടി എത്താൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കടമക്കുടി പോകേണ്ടിയിരുന്നവരല്ല, നമ്മൾ അതിരപ്പള്ളിക്ക് പോകേണ്ടിയിരുന്നവരാണ്. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കാരണം നമുക്ക് അതിരപ്പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല. എങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോകാമല്ലോ എന്ന് ഓർത്തിട്ടാണ് വൈകിട്ട് കടമക്കുടി പോകാമെന്നുള്ളൊരു ഐഡിയ ഞാൻ മുന്നോട്ട് വെച്ചത്. എൻ്റെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 12-13 കിലോമീറ്ററേ ഉള്ളൂ കടമക്കുടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിലും ഞാൻ 4 വട്ടമേ കടമക്കുടിയിൽ വന്നിട്ടുള്ളൂ. പക്ഷേ കടമക്കുടിയിൽ ഫസ്റ്റ് ടൈം വന്നത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ. കാരണം കൊച്ചിയിൽ ഞാൻ പഠിക്കാൻ വന്ന ടൈമിൽ നമ്മുടെ ഏവിയേഷനിലെ 4 ഫ്രണ്ട്സായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കടമക്കുടി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലം കൊച്ചിയിലുണ്ടെന്ന് തന്നെ അന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് കൊച്ചിയെപ്പറ്റി അത്ര വലിയ അറിവൊന്നും ഇല്ലായിരുന്നു ആ കാലത്തിൽ. നമ്മളിവിടെ വന്നു, നമ്മളൊരു തോണിക്കാരൻ ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ 1 അവറോളം നമ്മളെ ബോട്ടിലല്ല വള്ളത്തിൽ ഇങ്ങനെ ഫുൾ കടമക്കുടി ചുറ്റി കാണിച്ചു തന്നു. പിന്നെ ഈ വെള്ളത്തിൻ്റെ നടുക്കൊക്കെ അവരിങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഓരോ കുടിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മണ്ടയിൽ കയറി സൺസെറ്റ് കണ്ടു. അങ്ങനെ അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏകദേശം 5-6 കൊല്ലം മുമ്പത്തെ കാര്യമാണ് കേട്ടോ കടമക്കുടിയിൽ വന്നത്. പക്ഷെ അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനുശേഷം 2-3 വട്ടം ഞാൻ വന്നിട്ടുണ്ട്. മഴയത്തും വെയിലത്തും ഒക്കെ വന്നിട്ടുണ്ട്. ഓരോ തവണയും കടമക്കുടി ഓരോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അങ്ങനെ ഇന്ന് അതിരപ്പള്ളി പോകാൻ കഴിയാത്തതിൻ്റെ വിഷമം നമ്മൾ കടമക്കുടി വന്നു നല്ലൊരു സൺസെറ്റും കണ്ട് ഒരു ചായയും ഒരു പഴംപൊടിയൊക്കെ കഴിച്ചങ്ങ് തീർത്തിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് അതിരപ്പള്ളി പോകാനുള്ള പ്ലാൻ നടക്കുകയാണെങ്കിൽ അന്നൊരു വ്ലോഗായിട്ട് വരാം.